ഇന്ന് 2026 ഏപ്രിൽ 2 വ്യാഴാഴ്ച ബഹ്റിനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചൊന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ. കഴിഞ്ഞ 10-33 ദിവസങ്ങളായിട്ട് ഈ എമർജൻസി വാർണിംഗ് അലേർട്ടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന് വേണം പറയാൻ. രാവും പകലും എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന ഈ അറിയിപ്പ് എത്രത്തോളം ഉപകാരപ്രദമാണെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഉറക്കത്തിലേക്ക് വീണു പോകുന്ന ആ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി ഈ വലിയ ശബ്ദത്തിൽ വരുന്ന എമർജൻസി അലേർട്ടുകൾ ചിലരെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ന് മുതൽ, അതായത് ഏപ്രിൽ 2 മുതൽ പുലർച്ചെ 12 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള സമയത്ത്, അതായത് സാധാരണ ആളുകളൊക്കെ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് വരുന്ന എമർജൻസി അലേർട്ടുകളുടെ ശബ്ദം മാറ്റിയിരിക്കുകയാണ്. സാധാരണ ഒരു SMS ടോൺ പോലെയായിരിക്കും നമുക്കത് കേൾക്കുക. അല്ലാത്ത സമയത്ത് എമർജൻസി വാർണിംഗ് അലേർട്ടുകൾ പഴയതുപോലെ തന്നെ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയും ചില ആളുകൾക്കൊക്കെ പഴയതുപോലെയുള്ള വലിയ ശബ്ദം തന്നെയാണ് ഫോണിൽ അലേർട്ടായിട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. ഫോൺ അപ്ഡേറ്റ് ചെയ്യുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പശ്ചിമേഷ്യൻ സംഘർഷം ഒരു മാസത്തോളം നീണ്ടുപോയ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യമാണ് അടുത്ത മാസത്തെ, അതായത് ഏപ്രിൽ മാസത്തിലെ ഇന്ധന വിലയിൽ ഇത് പ്രതിഫലിക്കുമോ എന്നുള്ളത്. ബഹ്റിനിൽ എന്തായാലും താരതമ്യേന വലിയ രീതിയിലല്ലെങ്കിലും ഇന്ധന വിലയിൽ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ബഹ്റൈനിലെ ഇന്ധന വില ഇങ്ങനെയായിരിക്കും: ഡീസലിന് പെർ ലിറ്റർ 220 ഫിൽസ്, പെട്രോൾ സൂപ്പർ 98ന് 314 ഫിൽസ്, മുംതാസ് 95ന് 253 ഫിൽസ്, ജൈദ് 91ന് 223 ഫിൽസ്.